കിടക്ക വിട്ടുണർന്ന് മന്ത്രം ചൊല്ലി എണീക്കുന്നതെന്തിന്? നിദ്രാദേവിയുടെ അനുഗ്രഹം കൊതിക്കാത്ത ജീവജാലങ്ങളുള്ളതായി ഇതുവരെയും കേട്ടുകേൾവി പോലുമില്ല. ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ഒരു വ്യക്തി ആത്മാവിലേക്ക് ചുരുങ്ങുന്നതാണുറക്കമെന്നാണ് ആചാര്യന്മാർ വിശദീകരിച്ചിരിക്കുന്നത്. ഉറക്കം നഷ്ടപ്പെട്ടവരെ സാധാരണ നിർഭാഗ്യവാന്മാർ എന്നാണ് വിളിച്ചുവരുന്നത്. ഭാഗ്യവാന്മാരാകട്ടെ നിദ്രയുടെ ആഴങ്ങളിലേക്ക് കുതിച്ച് എല്ലാം മറന്നുറങ്ങുന്നു. ഊണിൽപ്പാതി ഉറക്കം എന്നാണ് മലയാളി പൊതുവെ പറഞ്ഞുവരുന്നത്. ഉണ്ടാൽ മാത്രം പോരാ, ഉറങ്ങുകയും വേണമെന്നാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. ഉറക്കത്തെപ്പറ്റി വിധി വച്ചിട്ടുള്ള നമുക്ക് ഉറക്കമുണരുന്നതിനെക്കുറിച്ചും വിധിയുണ്ട്. ഉറക്കത്തിന്റെ ആലസ്യം വെടിഞ്ഞ് ഉദയത്തിനു മുമ്പ് 1.5 നാഴിക വെളുപ്പിന് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ദിനകൃത്യങ്ങളിൽ വ്യാപൃതരാകണമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട്. ഈ സമയത്ത് ഉറങ്ങിയാൽ ആരോഗ്യം നഷ്ടപ്പെടുമെന്നും ചിന്താധീനരായി മാറുമെന്നും ദരിദ്രരായി മാറുമെന്നും വിശ്വാസമുണ്ട്. അതിനാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കേണ്ടതാണ്. എന്നാൽ ഉണർന്നയുടൻ ചാടിയെണീറ്റ് കിടക്കയിൽ നിന്നും ഓടിപ്പോകാനുള്ള അനുവാദവും ഇല്ല. ഉണർന്നാൽ കിടക്കയിലിരുന്ന് തന്റെ 2 കൈപ്പടങ്ങളും മലർത്തി അതിൽ നോക്കി ലക്ഷ്മി, സരസ്വതി, ഗൗരി എന്നീ ദേവിമാരെ ദർശിച്ച് മന്ത്രം ചൊല്ലണം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിത ഗൗരി, പ്രഭാതേ കരദർശനം. എന്താണിതിന്റെ ശാസ്ത്രീയ വശം? ഹൃദയാരോഗ്യം. ഉറക്കം നീണ്ടുപോകുമ്പോൾ മനുഷ്യന്റെ രക്തസംക്രമണത്തിന് വളരെ കുറച്ച് ശക്തി മാത്രമേ ഹൃദയം പ്രയോഗിക്കുന്നുള്ളൂ. എന്നാൽ വളരെ പെട്ടെന്ന് നാം കുത്തനെ എണീക്കുമ്പോൾ രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് ഏറെ പാടുപെടേണ്ടിവരുന്നു. ഇതാകട്ടെ ഹൃദയത്തിന് ഏറെ ആഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം ക്രമീകരിക്കൽ. കിടക്കയിൽ നിന്നും പതുക്കെ എണീറ്റിരുന്ന് അല്പസമയം പതിഞ്ഞ സ്വരത്തിൽ മന്ത്രം ചൊല്ലിയിരിക്കുന്നത് രക്തസംക്രമണം സാധാരണഗതിയിലാക്കാൻ സഹായിക്കുന്നു. അപകടസാധ്യത കുറയ്ക്കുന്നു. പഠനങ്ങൾ പ്രകാരം ഹൃദ്രോഗികളിൽ 23% പേർക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് നിദ്രവിട്ട് പെട്ടെന്നെഴുന്നേറ്റ അവസരങ്ങളിലായിരുന്നു. ചുരുക്കത്തിൽ മന്ത്രം ചൊല്ലി ഉണരുന്നത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെ പകലിന്റെ തിരക്കുകളിലേക്ക് പരുവപ്പെടുത്താനുള്ള ശാസ്ത്രീയമായ ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. നമ്മുടെ പാരമ്പര്യത്തിലെ ശാസ്ത്രീയ സത്യങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ടോ? എങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.